കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും. എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും. ഒരു ജാടയില്ല, വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അപ്പൊ അതൊക്കെ വളരെ ഞാൻ എല്ലാവരും വിളിക്കും. എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും. അവരെ മോഡലിംഗ് ചെയ്യും, മാലിട്ട് കൊടുക്കുക, ഡാൻസ് കളിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പണി. അതില് പ്രശ്നങ്ങളൊന്നുമില്ല. ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും. കേസ് കുഴപ്പമില്ല, അതിന് പോകുന്നു, അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പൊ കോടതിയിൽ ഇരിക്കുകയാണല്ലോ. സ്റ്റെപ്പോ ഡാൻസ് അവിടെ കഴിഞ്ഞു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. मोनालिसा डांस करेंगे 2 स्टेप थोड़ा करना है. और आप किसका फैन है? मैं लगा की फैन हूँ. और एक बॉलीवुड फिल्म भी करने जा रही है. कभी अंदाजा था कि एक दिन इंटरनेट सेंसेशन बन जाएगी? क्या महसूस हो रही है अभी? मलयालम बोलो പഠിച്ചിരിക്കുകയാണ്. सो आपकी ये आंखें और खूबसूरती सारे देश की दिल जीत ली है. लव यू बच्चे. ഹാപ്പി വാലന്റൈൻസ് ഡേ. ശരിക്കും ഞാൻ महाकुंभमेले 144 144 इयर्स में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला. അപ്പൊ ആ കുംഭമേളയ്ക്ക് ഈ ഡയമണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രത്യക്ഷമാവുന്നത് അങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പോ കുംഭമേള ഡയമണ്ട് ആണ്. ഇപ്പോ ഇത്ര നാളും അന്യ നാട്ടുകാരിയായിരുന്നു മൊണാലിസ ഇന്നലെ മുതൽ കേരളത്തിന്റെ സ്വന്തം പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുകയാണ്. മൊണാലിസ ചോദിക്കുന്നുണ്ട്, മലയാളം അറിയില്ല എങ്കിൽ പോലും മലയാളത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ എന്ന്. ആ തടിച്ചുകൂടി നിന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന്. फर्स्ट टाइम मोनालिसा को बहुत डर था. बोला है फोन में, मैं फर्स्ट टाइम फ्लाइट में आ रहे, बहुत डर रहे. तो अभी ठीक है ना, डर सब कुछ ठीक हो गया, प्रैक्टिस हो गया ना. मोनालिसा ये फर्स्ट फंक्शन है ना आपका? फर्स्ट फंक्शन है केरला. तो हम केरला लोग भूल नहीं जाएगा. इट ഈസ് വെരി മച്ച് നോട്ടഡ്. നന്ദി പറയാണ് നമ്മുടെ ഉപഭോക്താക്കളോടും ഇടപാടുകാരോടൊക്കെ നന്ദി പറയാണ്. ഞാൻ ജയിലിൽ പോയപ്പോ എല്ലാ ഉപഭോക്താക്കളും നമ്മുടെ ഫ്രണ്ട്സും ഫാൻസും ഒക്കെ ശക്തമായിട്ട് കൂടെ നിന്നു. നമ്മുടെ പലപ്പോഴും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ബിസിനസിനെ സംബന്ധിച്ച് എന്തായിരിക്കുന്നു. അപ്പൊ അതിന് വിപരീതമായി ബിസിനസ് കൂടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല നമ്മുടെ സ്റ്റാഫ് ഹെഡുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ അവിടെ ആണെങ്കിലും നമ്മുടെ കമ്പനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാമും സ്റ്റാഫ് ഹെഡുകളും എല്ലാവരും ഭംഗിയായിട്ട് കൊണ്ടുപോയി. എല്ലാവരും സഹകരിച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മൊണാലിസയുടെ സൗന്ദര്യം ആരും ഒന്ന് നോക്കി നിന്നുപോകും. അതുകൊണ്ട് തന്നെയാണ് ബോച്ചെ ഈ കേരളത്തിലെ സൗന്ദര്യ റാണിമാരെയൊക്കെ അങ്ങോട്ട് ഒരു മൂലയ്ക്കോട്ട് ഒതുക്കി നിർത്തിയിട്ട് ഈ കുട്ടിയെ മൊണാലിസയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ബോച്ചയെ കുറ്റം പറഞ്ഞവര് ഇപ്പൊ ശരിക്കും പറഞ്ഞ കൈയടിക്കുകയാണ് ചെയ്തത്. കാരണം അത്രയും പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ. ആ പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി ഇത്രയും ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്നു. എന്നിട്ട് തനിക്ക് ഇപ്പം പുതിയതായിട്ട് ലേറ്റസ്റ്റ് ഇറങ്ങാൻ ഒരു നെക്ലസിന് മൊണാലിസ എന്ന പേരും ഇട്ട്. മൊണാലിസ വൈറലായതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫംഗ്ഷന് പോകുന്നത്. അതും കേരളത്തില്. അതും ബോച്ചെ കാരണമാണ് കേരളത്തിൽ എത്താനും കാരണം.
എന്തായാലും ബോച്ച ജയിലിൽ കിടന്ന സമയത്ത് ബോച്ചയുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കി നടത്തിയിരുന്നത് ബോച്ചയുടെ മരുമകനാണ്. ഈ എല്ലാ കാര്യത്തിലും ബോച്ചയ്ക്കൊപ്പം തന്നെ മരുമകനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ये वैलेंटाइंस डे में आपके लिए स्पेशल गिफ्ट महाकुंभ मेला वायरल गर्ल मोनालिसा के लिए स्पेशली मेड की स्पेशली मेड थोड़ा उठाओ. ബോച്ചെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് മൊണാലിസ എന്ന് പേരിട്ട ഒരു ഡയമണ്ട് നെക്ലസും ഈ മൊണാലിസയ്ക്ക് കൊടുത്തു. कुछ भी आपका लैंग्वेज में. मेरा देश मेरा मुल्क मेरा ये वतन, शांति का उन्नति का प्यार का चमन, इसके वास्ते निसार है मेरा तन मेरा मन. ए वतन ए वतन ए वतन, जाने जा जाने मन. ओके. ശരിക്കും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. മാധ്യമപ്രവർത്തകർ കൂടുമ്പോൾ അവർക്കറിയേണ്ട ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ പെൺകുട്ടിയോടും ചോദിച്ചു പ്രണയമുണ്ടോ എന്ന്. ശരിക്കും പ്രണയിക്കാനുള്ള ഒരു പ്രായമൊന്നും ആ കുട്ടിക്ക് ആയിട്ടില്ല. 16 വയസ്സേ ആയിട്ടുള്ളൂ. പിന്നെ അതിന്റെ സാഹചര്യം, വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയാണ് ഈ മൊണാലിസ. അതും മാലയൊക്കെ വിറ്റിട്ട് ഒട്ടും അത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ് ഈ കുട്ടിയുടേത്. പിന്നെ അതിന് സ്കൂളിൽ പോലും പോകാൻ, ആ ദാരിദ്ര്യം കാരണം ആ സ്കൂളിൽ പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഒരു പ്രണയത്തിന്റെ കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. एक्साइटमेंट है कैसा ऐसा हो गया ये कितना 14 करोड़ और इससे ऊपर आदमी लोग वन डे है ना, ये लॉटरी हो इतनी बड़ी बात कैसा हो गया. मैं सब 812 किलोमीटर रन करके 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 इतना साल से केरला का सेलिब्रिटी हो गया. आज एक दिन इंडिया का दुनिया का सेलिब्रिटी एक दिन में हो गया. ये कैसे हो गया. गंगा मैया की कृपा है, मां नर्मदा की. मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई. उसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या. मम्मी पापा बेचते. हाँ फादर मदर कचौड़ा मिटला का लीला पेरेंट्स मैं तो बेचने के लिए जाती तो लोग परेशान करते हैं ना, इनकी वजह से नहीं जाती. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയിലേക്ക് അല്ല ഇപ്പൊ നോട്ടോ. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. है आपको कोई लवर है. नहीं. कुछ भी नहीं. मम्मी तो पापा കേരള से कुछ प्लान है ऐसा. കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും, എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വേറെ ആരെങ്കിലും. नहीं. ये फर्स्ट टाइम जा रहे थे कुंभ मेला में. फर्स्ट टाइम गई थी पहली बार. इसके पहले किधर था ये सब इसके पहले मैं- धंधा किधर कर रहे थे. राजस्थान गुजरात सब जगह जाते थे माला रुद्राक्ष बेचने के लिए. हाँ हाँ. अभी उधर सब किधर रास्ता में रोड पे? राजस्थान में जाते थे हम, जैसलमेर बाड़मेर चित्तौड़. गुजरात में जूनागढ़ भावनगर. ഇവര് ഇത്രയും വർഷങ്ങളായിട്ട് രാജസ്ഥാനിൽ അവിടെ ഇവിടെയൊക്കെ റോഡ് സൈഡിലൂടെയൊക്കെ പോയി കച്ചവടം ചെയ്തു. ഈ മാണിക്യക്കല്ല് കുംഭമേളയിൽ വെച്ചിട്ടാണ് മനസ്സിലായത്, ഇതിന്റെ തിളക്കം പിടികിട്ടിയത്. ആ തിളക്കം കണ്ടിട്ടാണ് ഞാൻ നേരെ കേരളത്തിലേക്ക് എത്തിച്ചത്. സാഹചര്യം, ഞാൻ കുംഭമേളയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. കാരണം അവിടെ മഹർഷിമാര് ഇരുന്ന് പറക്കുക, പിന്നെ അങ്ങനെ പല കഴിവുകളും, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ അവർക്കൊന്ന് കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് വല്ല അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നൊക്കെ അറിയാനും പഠിക്കാൻ, റിസർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോവാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം വൈറലായിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നി പോണതിലും മുമ്പ് ഈ വൈറൽ ഡയമണ്ടിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് വെച്ചിട്ട്, കുറച്ച് കച്ചവടം നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേക്കാൾ ഉപരിയായിട്ട് സംസാരിച്ച് നോക്കിയപ്പോൾ വളരെ സിമ്പിളാണ്. പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ടും വളരെ വളരെ കഴിവില്ലാത്ത, വളരെ സിമ്പിൾ ഫാമിലി, പാവപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ഇങ്ങനത്തെ ഒരു ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്കും മാത്രമല്ല ആൾക്കും ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ഇതിനുശേഷം ഒരുപാട് പേര് വിളിക്കും. അപ്പൊ എന്തുകൊണ്ടും അർഹിക്കുന്നു എന്ന് എനിക്ക് തോന്നി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നുള്ളതാണ്. വളരെ നല്ല പെരുമാറ്റവും കാര്യങ്ങളും. ഒരു ജാടയില്ല, വിളിച്ചപ്പോഴൊക്കെ മറ്റുള്ള ഒരു അങ്ങനത്തെ ഒരു ജാടയില്ല. അട്രാക്ട് ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു അറ്റ് എനി കോസ്റ്റ് ആളെ ഇവിടെ കൊണ്ടുവരണം. അങ്ങനെയാണ് അതിന്റെ ഒരു തുടക്കം. ഇനിയിപ്പോ ആള്, ഞാൻ ഈ കഥ പറഞ്ഞു, ഞാൻ കുംഭമേളയ്ക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ ക്ഷണിച്ചു, നമുക്ക് ഒരുമിച്ച് കുംഭമേള പോകാന്ന് പറഞ്ഞു. പക്ഷെ കുംഭമേളയ്ക്ക് പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റും, പക്ഷെ ആൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അന്ന് കണ്ട ക്രൗഡും അവസാനം പോലീസ് ഡ്രസ്സൊക്കെ ഇട്ട് മൂടി വണ്ടി കയറ്റി കൊണ്ട്, നിങ്ങൾക്ക് അറിയുന്ന സീനാണ്. അതുകൊണ്ട് ഞാൻ ഇനി കൂടെ പോയിട്ട് ആൾക്ക് വല്ലതും പറ്റി അടുത്ത കേസിന് ജാമ്യം എടുക്കാൻ ഞാൻ ഇനി അവിടെ പോണ്ടി വരും. പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ആളുടെ ആ ലോകം നാട് എന്നല്ലാതെ വേറെ ഒന്നും ഒരു പിടിയില്ല. ഇപ്പോഴാണ് ശരിക്കും ലോകം കണ്ട് അങ്ങനെ വരികയാണ്.
ഭയങ്കര കഥ കേട്ട ഭയങ്കര ഇതാണ്. ഞാൻ എല്ലാവരും വിളിക്കും. എന്റെ ഇത് കച്ചവടമാണ് എന്റെ ഒരു മെയിൻ പരിപാടി. അതിനുവേണ്ടി ആര് വരാൻ തയ്യാറായാലും അവർ വിളിക്കും. അവര് മോഡലിംഗ് ചെയ്യും, മാലിട്ട് കൊടുക്കുക, ഡാൻസ് കളിക്കുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് എന്റെ പണി. അതില് പ്രശ്നങ്ങളൊന്നും ഇല്ല. ആര് തയ്യാറാണോ അവരെയൊക്കെ ഞാൻ വിളിക്കും. കേസ് കുഴപ്പമില്ല, അതിന് പോകുന്നു, അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പൊ കോടതിയിൽ ഇരിക്കുകയാണല്ലോ. ഫോട്ടോ സ്റ്റെപ്പോ ഡാൻസ് അവിടെ കഴിഞ്ഞു. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇനി അധികം ഡാൻസ് ഒന്നും വേണ്ട എന്നുള്ളത്. ഒരു കയ്യകലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് नमस्ते आप सबको. പല സ്ഥലങ്ങളിലും മാല വിറ്റ് നടക്കുകയാണ് ഈ കുട്ടി. അങ്ങനെ ആദ്യമായിട്ടാണ് കുംഭമേളയിൽ മാല വിൽക്കാൻ വേണ്ടിയിട്ട് പോയത്. ശരിക്കും പറഞ്ഞാൽ അതിന്റെ തലവര മാറ്റിമറിച്ച ഒരു സംഭവമാണത്. ആദ്യമായിട്ടാണ് കുംഭമേളയിൽ പോകുന്നത്. അന്ന് തന്നെ ഈ കുട്ടി വൈറലാവുകയും ചെയ്ത്. എന്തായാലും ഒരു നിമിഷം മതിയല്ലോ ആ ഒരു തലവരയൊക്കെ ഒന്ന് മാറി മറിയാന്. അതാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ബോച്ച് പറയുന്നുണ്ട് ഈ കുട്ടി സിമ്പിളാണ്, ഹമ്പിളാണ്, മറ്റുള്ളവരെ പോലെ ജാടയില്ല എന്ന്. ശരിക്കും ബോച്ച് ആർക്കിട്ടോ ഒരു താങ്ങ് കൊടുത്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണ് സത്യാവസ്ഥയും. ആർക്കോ ഒരു താങ്ങ് കൊടുത്തത് തന്നെയാണ്. केरला में आके तुमको कैसा लगा? बोची ने मुझे मौका दिया केरला में पहली बार आने के लिए. मुझे बहुत अच्छा लगा. केरला के लोग बहुत अच्छे हैं. केरला का लीकर मुझे बहुत अच्छा लगा. ऐसा मन कर रहा है कि यहीं रह जाओ. नया फिल्म आपको मिला ना, आपको एक मौका इससे मिलेगा मलयालम में एक्टिंग करने के लिए, तो आप क्या करेंगे? जरूर करूँगी. पहली बार मिस एयरपोर्ट में आके और एयरपोर्ट में आके पहली बार वेट मुझे बहुत अच्छा लगा. पहले तो मैं बहुत घबरा गई थी कि मुझे बहुत डर लगेगा, मैं चिल्ला दूंगी, लेकिन बैठने के बाद में बहुत अच्छा लगा मुझे. नमस्कारम एल्लार्गम सुगमल्ले. उसके बारे में क्या बोल रहे हैं? ये डायरी ऑफ मणिपुर, हमारे डायरेक्टर सर भी साथ में ये सनोज मिश्रा जी. बहुत अच्छा है. फिल्में के लिए साइन किया है. अभी एक्टिंग सीख रही हूँ.